ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രൈവ് ഡ്രിഫ്റ്റ് ആൻഡ് ഡ്രാഫ്റ്റ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുക എൻ്റെ ഒരു ഡ്രീം ബൈക്കുമായിട്ടാണ്. ആ ബൈക്ക് ഹോണ്ട CBR 650R. ഇത് എനിക്കൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റാണ്. കുറേ ചെക്ക് ബോക്സസ് ഉള്ളതിൽ ഒരു ചെക്ക് ബോക്സ് അല്ലെങ്കിൽ ഒരു ബക്കറ്റ് ലിസ്റ്റ് അങ്ങ് ടിക്ക് ചെയ്യുക. അത് നിങ്ങളുടെ കൂടെ ഒരുമിച്ച് നമുക്ക് ചെയ്യാം. ഞാനുണ്ടല്ലോ ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്, ഈ ഇൻലൈൻ 4 എങ്ങനെയാണ് ഓടിക്കാൻ, ഈ 650R അതിൻ്റെ ഹൈപ്പ് എന്താ. ഹൈപ്പിനുള്ള മുതലുണ്ട് കേട്ടോ ഈ സാധനം. വണ്ടി കുറച്ച് ദൂരം ഓടിച്ചു ആൻഡ് ഐ ആം ഇൻ ലവ് വിത്ത് ദിസ് മെഷീൻ. ഹാൻഡിൽ ബാർ അത്യാവശ്യം റേസ്ഡ് ആണ്, സോ നല്ല കംഫർട്ടബിളായിട്ട് ലോങ് ഡിസ്റ്റൻസ് ടൂറിങ് ഈ വണ്ടിയിൽ നിസ്സാരം. പിന്നെ സ്ട്രെല്ലെന്ന ആശാനെ കാണുന്ന എല്ലാവർക്കും അറിയാമല്ലോ ഈ വണ്ടിയുടെ ലോങ് ഡിസ്റ്റൻസ് ടൂറിങ് കേപ്പബിലിറ്റീസ്. പുള്ളി ഒരുമാതിരി സൗത്ത് ഇന്ത്യ മൊത്തം CBR 650Rലാണ് കറങ്ങിയിട്ടുള്ളത്. സ്ട്രെല്ലാശാനെ എങ്ങാനും ഈ വീഡിയോ നിങ്ങളുടെ ഫീഡിൽ വരുവാണെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടാരെ, നമുക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ. നമുക്ക് ഈ വണ്ടിയുടെ റൈഡിങ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. റൈഡിങ് എക്കണോമിക്സ്, കാല് വെച്ചേക്കുന്നത് കുറച്ച് സ്പോർട്ടിയാണ്, പക്ഷേ ഹാൻഡിൽ അത്യാവശ്യം റിലാക്സ്ഡ് ആണ്. ഭയങ്കര സ്പോർട്സ് ബൈക്ക് പോലെ ഒരു ഫീലില്ല, ഭയങ്കര റിലാക്സ് ഫീലിംഗ് എനിക്ക് കിട്ടിയത്. ഈ വണ്ടിയുടെ പവർ ഒരു രക്ഷയില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ വണ്ടിയുടെ ബ്രേക്കിംഗ് ആണ്, എസ്പെഷ്യലി ഫ്രണ്ട് ബ്രേക്ക്. ഫ്രണ്ടിലുണ്ടല്ലോ വന്നേക്കുന്നത് 310 mm ഡബിൾ ഡിസ്ക് വിത്ത് 4 പിസ്റ്റൺ കാലിപ്പറാണ്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ബൈറ്റ് ഇസ് സോ ഗുഡ്. എന്ന് വെച്ചാൽ ഇത്രയും സ്പീഡിൽ ഇത്രയും ബൈറ്റ് വേണം, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഐ വാസ് റിയലി ഇംപ്രസ്ഡ് വിത്ത് ദ ബ്രേക്കിംഗ് സിസ്റ്റം, എസ്പെഷ്യലി ദ ഫ്രണ്ട് ബ്രേക്ക്. പിന്നെ ബാക്കിൽ വരുന്നത് 240 mm സിംഗിൾ ഡിസ്ക് വിത്ത് സിംഗിൾ പിസ്റ്റൺ കാലിപ്പറാണ്. ഫ്രണ്ടിൽ വരുന്നത് ഷോവ SFF USD ഫോക്കാണ്. അതിൻ്റെ നമുക്ക് കിട്ടുന്നൊരു കമാൻഡിങ് അല്ലെങ്കിൽ റൈഡിന് കിട്ടുന്നൊരു കോൺഫിഡൻസ് വേറെ ലെവൽ. അപ്പം ഹാൻഡിലിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഈ വണ്ടിയുടെ ബാക്കിലത്തെ ടയർ പറയാതിരിക്കാൻ ഒരു നിർവാഹമില്ല. ബാക്കിൽ വരുന്നത് 180, 55, 17 ടയറാണ്. ഇട്ട് കടത്തി വീശാൻ നല്ല രീതിയിൽ കടത്തി വീശാൻ പറ്റിയ ടയറാണ് പുറകിലും കൊടുത്തിരിക്കുന്നത്. ഓഫ്കോഴ്സ് ഫ്രണ്ടിൽ വരുന്നത് 120, 70, 17ആണ്. 17 ഇഞ്ച് ടയറാന്ന് പറഞ്ഞാൽ ഫെയർഡ് മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് അത്ര ഈസി ആയിട്ട് ഫ്ലിക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ഈസിയാണ്, ബട്ട് നോട്ട് ലൈക്ക് എ നേക്കഡ് ബൈക്ക്. ഫെയർഡ് ബൈക്ക് ആയത് അതിൻ്റേതായ ഒരു പിടുത്തമുണ്ട്, വിച്ച് ഇസ് ഓക്കെ. ഇലക്ട്രോണിക്സിൽ ഹോണ്ട കുറച്ച് പിശുക്ക് കാണിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ബൈക്കിന് ക്വിക്ക് ഷിഫ്റ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ക്ലച്ച് പിടിക്കാതെ ത്രോട്ടിൽ ക്ലോസ് ചെയ്യാതെ തന്നെ അപ്പ് ഷിഫ്റ്റ് ചെയ്ത് പോകാൻ പറ്റും, ഈ പോയതുപോലെ. ഈ ബൈക്കിനുണ്ടല്ലോ റെവ് റേഞ്ച് മൊത്തം പവറാണ്. പക്ഷേ ഈ പവർ എവിടെയാണ് വരുന്നതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഒരു 8000 RPM കഴിഞ്ഞിട്ട്. ആ 8000 RPM കഴിഞ്ഞിട്ടുള്ളൊരു പോക്കുണ്ടല്ലോ, അക്ഷരം തെറ്റാതെ വിളിക്കാം സ്പോർട്സ് ബൈക്കെന്ന്. ഇത്രയും കാലമായിട്ട് ബൈക്ക് ഓടിച്ച് നടക്കുന്നു എനിക്ക് ഈ 8000 RPM കഴിഞ്ഞപ്പോൾ ഒന്ന് ചങ്കിടിച്ചു. എന്ന് വെച്ചാൽ വണ്ടി ഓടിച്ച് പരിചയമില്ലാത്ത ആൾക്കാർ, ഇങ്ങനെ ബൈക്കുകൾ ഓടിച്ച് പരിചയമില്ലാത്ത ആൾക്കാർ ഈ വണ്ടിയിലേക്ക് പോയി കയറുന്നതിനെ കുറിച്ച് പോലും ചിന്തിച്ചിട്ടില്ല. എവിടെയെങ്കിലും പോയി കയറും. അതുപോലെ പവറാണ് ഈ ഒരു ബൈക്കിനുള്ളത്. പവർ എന്ന് പറയുമ്പം നമുക്ക് അതിൻ്റെ ഫിഗേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. എൻജിൻ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് 649 cc ആണ്. പവർ വരുന്നത് 93.8 bhp അറ്റ് ദ റേറ്റ് 12000 RPM. ടോർക്ക് വരുന്നത് 63 Nm അറ്റ് ദ റേറ്റ് 9500 RPM ആണ്. കംപ്രഷൻ റേഷ്യോ വരുന്നത് 11.6:1 ആണ്. പിന്നെ നമ്മൾ പറയാനുള്ളത് 6 സ്പീഡാണ് ഗിയർ ബോക്സ്. ക്ലച്ച് ഇസ് സോ സ്മൂത്ത്. പിന്നെ നമ്മൾ ക്വിക്ക് ഷിഫ്റ്റർ ഉള്ളതുകൊണ്ട് അപ്പ് ഷിഫ്റ്റ് നമുക്ക് ക്ലച്ചിൻ്റെ അങ്ങനെ ആവശ്യം വരുന്നില്ല. ഡൗൺ ഷിഫ്റ്റ് ഓഫ് കോഴ്സ് ക്ലച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ക്ലച്ച് ഇസ് സോ ബട്ടർ സ്മൂത്ത്. ഓഫ് കോഴ്സ് അങ്ങനെ ആയിരിക്കും ഒരു ഹോണ്ട CBR 650Rൻ്റെ ഗിയർ ബോക്സും ക്ലച്ചും വളരെ സ്മൂത്തായിരുന്നു. ഭയങ്കര സ്ലിക്കായിട്ടാണ് ഗിയർ ഷിഫ്റ്റ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഒരു മടുപ്പോ ഒന്നും തോന്നില്ല. ഭയങ്കര എൻജോയ് ചെയ്ത് ഗിയർ നമുക്ക് മാറാൻ പറ്റും. പിന്നെ വേറൊരു ടോക്കിംഗ് പോയിൻറ്റ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ 6 ഗിയർ ഉള്ള കാര്യം നമ്മൾ പറഞ്ഞു. നിങ്ങൾക്കറിയാവോ ഈ 6ാമത്തെ ഗിയറിൽ 40 അല്ലെങ്കിൽ 35 to 40 km/h തൊട്ട് 200+ ഈ വണ്ടിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു കിടുക്കാച്ചി അല്ലെങ്കിൽ കിടിലൻ ഗിയറിംഗ് ആണ് ഹോണ്ട CBR 650Rന് കൊടുത്തിരിക്കുന്നത്. ഈ ഹോണ്ട തന്നെ എൻ്റെ ഹൈനസിന് 5th ഗിയർ ഇടണമെങ്കിൽ 80 മേളിൽ സ്പീഡ് വേണം, ഓരോരോ അവസ്ഥകളെ. പിന്നെ എനിക്ക് സംസാരിക്കാൻ ആഗ്രഹമുള്ളൊരു പോയിൻ്റ് ഈ വണ്ടിയുടെ ഒരു എക്സോസ്റ്റ് നോട്ടാണ്. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഇൻലൈൻ 4ൻ്റെ ഒരു ഗ്രൗണ്ട്, ഇറ്റ്സ് സോ നൈസ് ടു ഹിയർ. നിങ്ങൾ കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഞാനതേ പറയുന്നതെന്ന്. അത് നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് വലിയ ത്രോട്ട് കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ ഒരു പാവം പൂച്ചക്കുട്ടിയെ പോലെ അങ്ങ് ഓടിക്കോളും. ത്രോട്ടിലൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി അങ്ങ് സ്ക്രീം ചെയ്യാൻ തുടങ്ങും. പിന്നെ ഈ 650 cc ബൈക്കിന്
25 അടുത്ത് മൈലേജ് കിട്ടുമെന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കുമോ? 25-നടുത്ത് മൈലേജ് എന്ന് പറയുമ്പോൾ ഒരു 20 എങ്കിലും നമുക്ക് റിയൽ വേൾഡ് സിനാരിയോ നമുക്ക് ഈസി ആയിട്ട് കിട്ടുകയുണ്ട്. CBR 650Rൻ്റെ ഫ്യൂവൽ കപ്പാസിറ്റി വരുന്നത് 15.4 അപ്പോൾ ഒരു 300 കിലോമീറ്റർ റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. 300 കിലോമീറ്റർ നോൺ സ്റ്റോപ്പ് ഓടിക്കണം നല്ലതായിട്ട് ഞാൻ ഉദ്ദേശിച്ച റീഫ്യൂവലിംഗ് ആവശ്യമില്ലാതെ 300 കിലോമീറ്റർ വരെ റേഞ്ച് നമുക്ക് കിട്ടുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ വണ്ടിയെ വേണമെങ്കിൽ നോൺ സ്റ്റോപ്പ് നമുക്ക് അത്ര ഓടിക്കുകയും ചെയ്യാം. അത്രയും കംഫർട്ടാണ് ഈ വണ്ടി നമുക്ക് തരുന്നത്. വാട്ട് എ ബൈക്ക്, ജസ്റ്റ് ഫെൽ ഇൻ ലവ് വിത്ത് ദിസ് ബൈക്ക്. ഇങ്ങനെയൊക്കെ വണ്ടി ഹോണ്ട ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ വീഴാതിരിക്കും? എൻ്റെ ഒരു സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ് ചെയ്തത്. ഇങ്ങനത്തെ ഒരു വണ്ടി ഒന്ന് എൻ്റെ ചാനലിൽ കൊണ്ടുവരണം, അത് റിവ്യൂ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക് യു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ഇതിന് കൂടെ തന്നെ നമ്മൾ ഇനി വണ്ടിയുടെ ലുക്സ് ഒന്ന് ഇൻ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. ഫ്രണ്ടിൽ നിന്നുള്ള CBR 650Rൻ്റെ ലുക്ക് എന്ന് വെച്ചാൽ ഭയങ്കര അഗ്രസീവാണ്. അതിൻ്റെ പോയിൻറ്റഡ് നോസും ഭയങ്കര രസമാണ് കാണാൻ, ഫയർ ബ്ലേഡ് പോലെ തന്നെ. ഫെയറിങ് ഉള്ളതുകൊണ്ട് തന്നെ സൈഡിൽ നിന്നുള്ള ലുക്കും ഭയങ്കര ക്യൂട്ടാണ്, അതുപോലെ തന്നെ അഗ്രസീവാണ്, അതുപോലെ തന്നെ നല്ല സ്പോർട്ടിയാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഈ വണ്ടിയിൽ സ്ലൈഡേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ യൂസ് എന്ന് വെച്ചാൽ ഇപ്പോൾ വണ്ടി ഒന്ന് വീണ് കഴിഞ്ഞാൽ പോലും അതിൻ്റെ ആ വീഴ്ചയുടെ ഇമ്പാക്റ്റ് ആ ഒരു സ്ലൈഡേഴ്സ് ഏറ്റോളും. അപ്പോൾ ബൈക്കിന് ഡാമേജ് വരാതെ രക്ഷപ്പെടുകയും ചെയ്യും. ബാക്കിലെ ഷോക്കിൻ്റെ കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. ബാക്കിൽ വന്നിരിക്കുന്നത് മോണോ ഷോക്കാണ്. ഡാമ്പർ വിത്ത് 10 സ്റ്റേജ് അഡ്ജസ്റ്റബിൾ പ്രീലോഡാണ് കേട്ടോ ബാക്കിൽ വന്നിരിക്കുന്നത്. CBR 650Rൻ്റെ ഷോക്സ് നല്ല കോൺഫിഡൻസ് തരും, അതുപോലെ തന്നെ അത്രയും സോഫ്റ്റും അല്ല. സ്വിച്ചസ് നോക്കാം. ഇത് വരുന്ന ഹൈ ബീം, ലോ ബീം, പാസ്. ഇത് വരുന്ന ട്രാക്ഷൻ കൺട്രോൾ. ഇത് ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാവുള്ള. ഇത് ഈ വരുന്ന ഹോൺ, ഇത് ഇൻഡിക്കേറ്റർ. പിന്നെ പുറത്തേക്ക് പോയാൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ഇഗ്നിഷൻ. ഇത് ഹസാർഡ്. ഈ ഒരു ബൈക്കിൻ്റെ മീറ്റർ കൺസോളിൽ സിമ്പിളായിട്ട് ലേഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ, ഗിയർ, പിന്നെ ഡിസ്റ്റൻസ് ടു എംപ്റ്റി, ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഈ ഒരു സ്റ്റാൻസിൽ ഈ ഒരു ബൈക്ക് എവിടെ കൊണ്ട് വെച്ചാലും ആൾക്കാർ തിരിഞ്ഞു നോക്കുന്ന ഒരു സംശയമില്ല. ഈ ബാക്കിൽ നിന്നുള്ള വ്യൂ കണ്ടിട്ട് R15 ആണ് തിരിച്ച് റേസ് പിടിക്കാൻ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടെന്നാണ് ഓണർ പറഞ്ഞത്. അവരുടെ ഒരു അവസ്ഥയെ. അപ്പം ഡിയർ ഫ്രണ്ട്സ്, ഇതൊരു റിവ്യൂ ആയിട്ട് നിങ്ങൾ കാണണ്ട. ഈ ഒരു വണ്ടി എക്സ്പീരിയൻസ് ചെയ്യാനൊരു ചാൻസ് എനിക്ക് കിട്ടി. അപ്പം അത് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നു. വെറുതെ അല്ല, ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോർട്സ് ടൂറർ എന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്നു. അടുത്ത ഒരു വീഡിയോയിൽ ഇത്രയും ഹൈപ്പുള്ളൊരു സാധനം കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഓട്ടോമൊബൈൽ കണ്ടൻസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. താങ്ക്സ് ഫോർ ട്യൂണിങ് ഇൻ.